ട്രയാസിക് പീരിയഡ് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ്. ഇത് ഏകദേശം 252 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് 201 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. ട്രയാസിക് പീരിയഡ് ആണ് മെസസോയിക് കാലഘട്ടത്തിലെ ആദ്യഘട്ടം. മെസസോയിക് കാലഘട്ടത്തെ പലപ്പോഴും ഏജ് ഓഫ് റെപ്റ്റൈൽസ് എന്ന് വിളിക്കുന്നു, കാരണം പിന്നീട് ഡൈനസോർസ് ഭൂമിയെ ഭരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ട്രയാസിക് ആരംഭിക്കുമ്പോൾ ഭൂമിയുടെ അവസ്ഥ വളരെ വ്യത്യസ്തമായിരുന്നു. അതിനു മുമ്പ് നടന്ന പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ ഭൂമിയിലെ ഏകദേശം 90% ജീവികളെ ഇല്ലാതാക്കിയിരുന്നു. ഇത് ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സ്റ്റെൻഷനാണ്. സമുദ്രങ്ങളും കരഭൂമിയും ഒരുപോലെ ശൂന്യമായി, ഈക്കോസിസ്റ്റംസ് തകർന്നു. എന്നാൽ ഈ വലിയ നാശം എവല്യൂഷന് ഒരു പുതിയ അവസരം നൽകി. പഴയ ജീവികൾ ഇല്ലാതായപ്പോൾ പുതിയ ജീവികൾക്ക് വളരാനുള്ള സ്ഥലം ലഭിച്ചു. ട്രയാസിക് കാലത്തെ ഭൂമി എങ്ങനെയായിരുന്നു? ട്രയാസിക് കാലത്ത് ഭൂമിയിലെ എല്ലാ വലിയ കോണ്ടിനെന്റ്സ് ഒന്നിച്ചുകൂടി ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആയിരുന്നു. അതിന്റെ പേര് പാൻജിയ. പാൻജിയ വളരെ വലിയതായതിനാൽ അതിന്റെ മധ്യഭാഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്നു. അതിനാൽ ക്ലൈമറ്റ് വളരെ ഡ്രൈ ആയിരുന്നു. വലിയ മരുഭൂമികൾ വ്യാപിച്ചു. മഴ കുറവായിരുന്നു. പകൽ സമയം അത്യന്തം ചൂടും രാത്രിയിൽ താരതമ്യേന തണുപ്പും ഉണ്ടായിരിക്കാം. പോളർ ഐസ് ഉണ്ടായിരുന്നില്ല. അതിനാൽ ഭൂമി മൊത്തത്തിൽ ഇന്നത്തെക്കാൾ ചൂടായിരുന്നു. ട്രയാസിക് കാലത്തെ സസ്യലോകം പെർമിയൻ എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞതിനാൽ ആദ്യം സസ്യജീവിതവും കുറവായിരുന്നു. പക്ഷേ പിന്നീട് പ്രകൃതി പതുക്കെ പുനരുജ്ജീവിച്ചു. ആ സമയത്ത് പ്രധാനമായും കണ്ടിരുന്ന സസ്യങ്ങൾ കോണിഫേഴ്സ്, ഇന്നത്തെ പൈൻ മരങ്ങളെപ്പോലെ; സൈക്കാഡ്സ്, പാം മരങ്ങളെപ്പോലെ തോന്നുന്ന പുരാതന സസ്യങ്ങൾ; ഗിങ്കോ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ലിവിംഗ് ഫോസൽ സസ്യം; ഫേൺസ്, ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളർന്ന സസ്യങ്ങൾ; ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇതുവരെ രൂപപ്പെട്ടിരുന്നില്ല. അതിനാൽ ഭൂമിയുടെ സസ്യലോകം ഇന്നത്തെ പോലെ വർണ്ണാഭമായിരുന്നില്ല. ട്രയാസിക് ഒരു ട്രാൻസിഷൻ ലോകമായിരുന്നു. പഴയ റെപ്റ്റൈൽ പോലുള്ള ജീവികളും പുതിയ ഡൈനസോർ ആൻസെസ്റ്റേഴ്സും ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലം. ട്രയാസിക് കാലത്ത് പ്രധാനമായി ഉയർന്നുവന്ന ഗ്രൂപ്പാണ് ആർക്കസോസ്. പിന്നീട് ക്രോക്കഡൈൽസ്, ഡൈനസോർസ്, ബേർഡ്സ് എന്നിവ എല്ലാം ഈ ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്. ആർക്കസോസ് വളരെ അഡാപ്റ്റബിൾ ആയിരുന്നു. ചിലർ ഫാസ്റ്റ് പ്രെഡറ്റേഴ്സ് ആയി, ചിലർ ഹെർബീവോസ് ആയി. പോസ്റ്റസുക്കസ് പോലുള്ള വലിയ പ്രെഡറ്റേഴ്സ് ട്രയാസിക്കിൽ ജീവിച്ചിരുന്നു. ഇവ ഡൈനസോർസ് അല്ല, പക്ഷേ ഫുഡ് ചെയിനിൽ ടോപ്പ് പ്രെഡറ്റേഴ്സ് ആയിരുന്നു. ഡൈനസോർസ് ട്രയാസിക്കിന്റെ മധ്യകാലത്തും അവസാന ഭാഗത്തും ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ആദ്യ ഡൈനസോർസ് ഇന്നത്തെ സിനിമകളിൽ കാണുന്നതുപോലെ ഭീമന്മാരല്ല. അവ വളരെ ചെറുതായിരുന്നു, പലതും ഒരു നായയുടെ വലുപ്പം മാത്രം. പ്രധാന ഏർലി ഡൈനസോർ ആയിരുന്നു ഈറാപ്റ്റർ. ഏകദേശം 1 മീറ്റർ നീളം, ലൈറ്റ് വെയ്റ്റ് ബോഡി, വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. അടുത്തത് ഹെറാരോസോറസ്, ആൻ ഏർലി കാർണിവോർ, ഷാർപ്പ് ടീത്ത്, ആക്റ്റീവ് ഹണ്ടർ. ഈ ചെറിയ ഡൈനസോർസ് പിന്നീട് ജുറാസിക് കാലത്ത് വലിയ രൂപത്തിലേക്ക് എവോൾവ് ചെയ്തു. ട്രയാസിക് കാലത്ത് മാമൽസ് വളരെ ചെറുതായിരുന്നു. എന്നാൽ മാമൽ ആൻസെസ്റ്റേഴ്സ് ഇതിനകം ഉണ്ടായിരുന്നുവെന്ന് ഫോസിൽസ് കാണിക്കുന്നു. ഇവയെ സൈനഡോൺസ് എന്ന് വിളിക്കുന്നു. സൈനഡോൺസ് റെപ്റ്റൈൽ പോലെ തോന്നിയെങ്കിലും മാമൽ പോലുള്ള ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ടീത്ത്, ശക്തമായ ജോ, ബോഡി ഹെയർ, ഉയർന്ന മെറ്റാബോളിസം ഉണ്ടായിരിക്കാമെന്ന സൂചന ഇവയൊക്കെയാണ്. ലേറ്റ് ട്രയാസിക്കിൽ ആദ്യ ട്രൂ മാമൽസ് രൂപപ്പെട്ടു. മോഗനുക്കോഡോൺ, ചെറിയ റാറ്റ് സൈസ് ഉള്ള ജീവി, രാത്രിയിൽ ആക്റ്റീവ് ആയിരിക്കാം. ഇത് വലിയ പ്രെഡറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു. ട്രയാസിക് സമുദ്രങ്ങളും എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞ് പതുക്കെ റിക്കവർ ചെയ്തു. ഇക്തിയോസോസ്, ഡോൾഫിൻ പോലെ തോന്നുന്ന ഫാസ്റ്റ് സ്വിമേഴ്സ്. ഇവ ഫിഷ്, സ്ക്വിഡ് എന്നിവ ഭക്ഷിച്ചു. നോത്തസോസ്, സെമി അക്വാറ്റിക് ഹണ്ടേഴ്സ്. പ്ലിക്കഡോൺസ്, ഷെൽഫിഷ് ക്രഷ് ചെയ്യാൻ ഫ്ലാറ്റ് ടീത്ത് ഉണ്ടായിരുന്ന ജീവികൾ. ആമനൈറ്റ്സ് വീണ്ടും വ്യാപിച്ചു. ഇവയുടെ ഫോസിൽസ് റോക്സിന്റെ ഏജ് കണ്ടെത്താൻ വളരെ സഹായകരമാണ്. ലേറ്റ് ട്രയാസിക്കിൽ ആദ്യമായി പറക്കുന്ന വെർട്ടബ്രേറ്റ്സ് രൂപപ്പെട്ടു. ഇവയാണ് ടെറസോസ്. ഇവ ബേർഡ്സ് അല്ല, ഡൈനസോർസ് പോലുമല്ല, ഫ്ലൈയിങ് റെപ്റ്റൈൽസ് ആണ്. ലൈറ്റ് വെയ്റ്റ് ബോൺസ്, മെംബ്രെയിൻ വിങ്സ് ഇവയെ ആകാശത്തിലെ ആദ്യ വലിയ വേട്ടക്കാരാക്കി. ട്രയാസിക് ഫോസിൽസ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ജർമ്മനി, അർജന്റീന, നോർത്ത് അമേരിക്ക, മാഡഗാസ്കർ, ഇന്ത്യ. ഇന്ത്യയിലെ മലേറി ഫോർമേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ട്രയാസിക് ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫോസിൽസ് ബോൺസ് മാത്രമല്ല, ഫുട്പ്രിന്റ്സ്, എഗ്സ്, ബറോസ് എന്നിവയും സയന്റിസ്റ്റിന് വലിയ വിവരങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് ഫുട്പ്രിന്റ്സ് ആനിമൽസ് ഗ്രൂപ്പായി നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ട്രയാസിക് പീരിയഡ് ഒരു വലിയ എക്സ്റ്റെൻഷൻ കൊണ്ട് അവസാനിച്ചു. ഇതിനെ ട്രയാസിക് ജുറാസിക് എക്സ്റ്റെൻഷൻ എന്ന് വിളിക്കുന്നു. പ്രധാന കാരണം മാസിവ് വോൾക്കാനിക് എറപ്ഷൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ അറ്റ്ലാന്റിക് മാഗ്മാറ്റിക് പ്രോവിൻസ് എന്ന പ്രദേശത്ത് വലിയ ലാവ ഫ്ലോസ് ഉണ്ടായി. വോൾക്കേനോസ് അന്തരീക്ഷത്തിലേക്കു കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തു. ഗ്ലോബൽ വാർമിംഗ് വർദ്ധിച്ചു. ഓഷൻ കെമിസ്ട്രി മാറി. അനേകം റെപ്റ്റൈൽസ്, ആംഫിബിയൻസ് ഇല്ലാതായി. പക്ഷേ ഡൈനസോർസ് സർവൈവ് ചെയ്തു. കോമ്പറ്റിഷൻ കുറഞ്ഞതോടെ ജുറാസിക് പീരിയഡിൽ ഡൈനസോർസ് ഭൂമിയെ ഡോമിനേറ്റ് ചെയ്തു. ട്രയാസിക്കിന്റെ വലിയ പ്രാധാന്യം ട്രയാസിക് ഒരു റീബിൽഡിംഗ് ഫേസ് ആയിരുന്നു. പെർമിയൻ എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞുള്ള ശൂന്യമായ ലോകം പുതിയ ജീവികൾ കൊണ്ട് നിറഞ്ഞു. ഈ കാലത്ത് 3 വലിയ ഇവല്യൂഷണറി വഴികൾ ആരംഭിച്ചു: ഡൈനസോർസ്, മാമൽസ്, ഫ്ലൈയിങ് റെപ്റ്റൈൽസ്.
പിന്നീട് ഈ 3 ഗ്രൂപ്പ്സ് ഭൂമിയുടെ ജീവചരിത്രത്തെ തന്നെ മാറ്റി. വലിയ നാശങ്ങൾ പലപ്പോഴും പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നു. പെർമിയൻ എക്സ്റ്റിങ്ഷൻ ഉണ്ടായില്ലെങ്കിൽ ഡൈനസോഴ്സ് ഉയർന്നുവരുമായിരുന്നോ? ഡൈനസോഴ്സ് ഇല്ലാതായില്ലെങ്കിൽ മാമൽസ് വരുമായിരുന്നോ? മാമൽസ് ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഉണ്ടാകുമായിരുന്നോ? എവല്യൂഷൻ പലപ്പോഴും പ്രതിസന്ധികളുടെ ശേഷം പുതിയ വഴികൾ കണ്ടെത്തുന്നു. ഭൂമി ഒരിക്കലും നിശ്ചലമായിരുന്നില്ല. കോണ്ടിനെന്റ്സ് നീങ്ങി, ക്ലൈമറ്റ് മാറി, ജീവികൾ മാറി. ആ ദീർഘമായ മാറ്റങ്ങളുടെ ചരിത്രത്തിൽ ട്രയാസിക് പീരിയഡ് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്.